ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് ഒരു നാടൻ പലഹാരം കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള പലഹാരമാണ്. നെയ്യപ്പം കേട്ടോ. ഉണ്ണിയപ്പം, നെയ്യപ്പം ഇതെല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സൈഡിലേക്ക് വയ്ക്കുക. കാരണം നമ്മൾ ശർക്കര നമുക്ക് പന്ന ഉണ്ടാക്കിയിട്ടെടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തിട്ടെടുക്കാം. ഇത് സൈഡിലേക്ക് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ അരി ആദ്യം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമില്ലാതെ ഇട്ട് കൊടുക്കണേ. മൊത്തത്തിലും ഇട്ട് കൊടുക്കേണ്ട, പകുതി മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് നാളികേരം കേട്ടോ. സെയിം കപ്പിൽ തന്നെ 1 കപ്പ് ചോറ്. സ്പൂൺ കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അറിയാൻ പാടില്ല, എന്നാൽ തരിത്തരി ഉണ്ടാവില്ലേ, അങ്ങനെ വേണം കേട്ടോ. ഇനി ശർക്കര പാനി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആ ശർക്കര പാനിയില്ലേ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അന്നിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചോറും നാളികേരവും ഇട്ട് കൊടുത്തില്ലേ, കുറച്ച് കളർ മാറിയിട്ടുണ്ടാവും. അതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാം പറഞ്ഞല്ലോ, കളർ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പം നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കളറുള്ള ശർക്കര നോക്കിയിട്ട് എടുത്താൽ നെയ്യപ്പം ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം ആ ശർക്കര പാനിയും ചേർത്തിട്ട് ഒന്ന് തരിതരിയായിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. മുന്നണ വയ്ക്കേണ്ട, ചിലപ്പോൾ ലൂസായി പോകും കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ലൂസായി പോയാൽ പേടിക്കൊന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് അരിപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് മൈദാമാവോ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം. ആ ശർക്കര പാനിയല്ലേ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു 2 മിനിറ്റ് മിക്സ് ചെയ്തിട്ടെടുത്താൽ മിക്സ് ആയി കിട്ടും കേട്ടോ. ആ മിക്സിയുടെ ജാറ് അവിടെ തന്നെ വെക്കണ്ട, വെള്ളം ഒഴിച്ച് വെക്കണേ, അല്ലെങ്കിൽ ഉണങ്ങി പോയാൽ കടുകിയിട്ട് എടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നാളികേരം പൊട്ടിച്ചിട്ടെടുക്കാം. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ മാവ് മൂടി വെച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. കണ്ട, ഈ നാളികേര വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. നാട്ടിലേക്ക് പോകുമ്പോൾ അത് എന്നെ വിളിക്കാറുള്ളതാണ്. നാട്ടിൽ രാവിലെ ചട്നി കറിക്കുമ്പോൾ എന്ത് നാളികേര വെള്ളം ഉണ്ടാവില്ലേ, അത് എനിക്കവർക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ഞാനവിടെ എന്തെങ്കിലും വിളിക്കും. വീട്ടിൽ അമ്മയും പിന്നെ അനിയൻ്റെ ഭാര്യയും
വേണ്ട, ഇത് ഞാൻ കുടിക്കട്ടെ. ഇനി നമുക്കിത് നാളികേര കുത്ത് എടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് നമ്മൾ ഇഷ്ടമായിട്ടാ, ഒരു ടേബിൾ സ്പൂൺ തൊട്ട് 2 ടേബിൾ സ്പൂൺ വർക്ക് യൂസ് ആക്കിയിട്ട് എടുക്കുക. അതേപോലത്തെ നാളികേരം നമുക്ക് എത്ര വേണമെങ്കിലും അത്ര ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതലാണ്, കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷമാണ് ഇതിലേക്ക് കറുത്ത എള്ളുണ്ടാവില്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെടുത്ത് നെയ്യും നാളികേരം കുത്തുമില്ലേ, അത് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് കാരണം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇരുന്നിട്ട് ചൂടായിക്കോളും. പിന്നെ 2 മിനിറ്റ് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ മാവ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ട, ഇങ്ങനെ ഇട്ടെടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് മാവ് മിക്സ് ചെയ്യാനോ മാത്രം പണി ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് പട്ടനായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ച് ഏലക്കായ പൊടിയും പഞ്ചസാരയും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്കായ പൊടിയില്ലേ, ഏലക്കായ പൊടിച്ചത്, പഞ്ചസാരയും ഏലക്കായ പൊടിച്ചതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പാൻ ഒഴിക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അരതാവി കൊണ്ട് വച്ച് കൊടുക്കുക. കണ്ട, പന്തി വരുന്നുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സെയിം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. ഇതിലേക്ക് മാവ് ലൂസാവണമെന്നുണ്ടെങ്കിൽ ഒരു പേടിക്കാൻ ആവശ്യമൊന്നുമില്ല. കുറച്ച് മൈദമാവോ കുറച്ച് അരിപ്പൊടിയോ ചേർത്ത് കൊടുക്കുക. മൈദമാവ് 1 ടേബിൾ സ്പൂൺ എടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം അളവിൽ തന്നെ അരിപ്പൊടി എടുക്കണേ. മാവ് ലൂസായിട്ടുണ്ടെങ്കിൽ, ലൂസായില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കണ്ട, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ മിസ്സായെന്ന് തോന്നുന്നുണ്ടായിരുന്നു. വെളിച്ചെണ്ണയിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ആ നെയ്യപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. ഒരു 4 മണിക്കൂർ അരി മാത്രം കുതിർത്ത് വെച്ചാൽ മതി. പിന്നെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല കേട്ടോ. നമ്മൾ നാടൻ രീതിയിലല്ല ഉണ്ടാക്കിയത്, അത് കാരണം ഞാൻ പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പച്ചരി എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു 2 കപ്പ് പച്ചരി എടുക്കുക. അതിനുശേഷം നമുക്ക് അത് നന്നായിട്ട് കഴുകുക. എന്നിട്ട് നമുക്ക് സോക്ക് ചെയ്തിട്ട് വയ്ക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.
ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. കണ്ട നല്ല ഭംഗിയല്ലേ കാണാൻ? ഇതേപോലത്തെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.